അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും സെയ്തു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിരട്ടച്ചായയാണ്. ഈ ഒരു ചായ ഉണ്ടാക്കാൻ ഞങ്ങളൊന്ന് നോക്കി കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചിരട്ടയുടെയൊക്കെ ഒരു ഫ്ലേവറുണ്ട്, ഒരു വെറൈറ്റി ഒരു ഫ്ലേവറുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ചിരട്ടയിലൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വീഡിയോ ഫുള്ള് കാണുക, അതിനകത്തെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ചായ ഉണ്ടാക്കാനായിട്ട് ചിരട്ട വേണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചിരട്ട എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ചിരട്ടയുടെ ബാക്ക് വശം കണ്ടോ, ഇതുപോലെ 3 കട്ടിങ്ങുള്ള ഭാഗം വേണം ഉള്ള ചിരട്ട വേണം എടുക്കാൻ. ഇതുപോലത്തെ ഒരു ചിരട്ട എടുക്കുക. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഞാനൊരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിനകത്താക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ ചിരട്ട ചായ ഉണ്ടാക്കുന്നത് എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ചെറിയ അടുപ്പിലാട്ടോ. അത് കറക്റ്റ് അളവാണ് ഈ ചിരട്ട വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ചിരട്ടയ്ക്കകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചിരട്ടയുടെ വെള്ളം നിൽക്കുന്ന അത്രത്തോളം ഭാഗത്തോട്ട് മാത്രമേ ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം വരാവൂ. ഒരുപാട് നമ്മൾ ഗ്യാസിൽ ഫ്ലെയിം കൂട്ടി വെച്ചിരുന്ന് വെള്ളത്തിന് മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിരട്ടയ്ക്കകത്തോട്ട് തീ കത്തി പിടിക്കും. അതുകൊണ്ട് ഈ ചിരട്ട വെള്ളമുള്ള അത്രയും ഭാഗത്ത് വേണം നമ്മൾ ഫ്ലെയിം ആക്കി വെക്കാൻ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കുകയും ചെയ്യരുത്. നമുക്കൊന്നത് കുറച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒന്ന് ചൂടായി ഇട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 1 ഏലക്ക ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് ഒരു ചായക്ക് ആവശ്യമായിട്ടുള്ള തേയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ തേയില നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ചായ തയ്യാറാക്കുമ്പോഴത്തേക്ക് ചിരട്ടയുടെ ചൂട് കൊണ്ട് നന്നായിട്ട് തിളച്ച് പൊങ്ങും. അതുകൊണ്ട് ഈ ചായ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാൻ വേണ്ടി അടുത്ത് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചേക്കണം. ഇതുപോലെ നമ്മൾ ഏകദേശം ഇത് തന്തൂരി ചായ ഉണ്ടാക്കുന്ന കണക്കൊക്കെ കേട്ടോ. നമ്മുടെ തേയിലയും വെള്ളവും കൂടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെയ്യേണ്ടത്, ഇനി നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചിരട്ടയുടെ ഒരു 1/4 ഭാഗത്തോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക. ചായ നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് നമുക്കൊരു ക്ലിപ്പ് എടുത്ത് അടുത്ത് വെച്ചേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് തിളച്ച് പൊന്തുമ്പോഴത്തേക്ക് അടുപ്പിനകത്താവും. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ക്ലിപ്പ് കൊണ്ട് ഇത് പിടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുക. ചിരട്ടയുടെ ചൂട് കൊണ്ട് തന്നെ ചായ നന്നായിട്ട് പൊന്തിപ്പോവും. ഇത് ഏകദേശം നമ്മുടെ തന്തൂരി ചായയുടെ ആ ഒരു മെത്തേഡ് തന്നെ. അങ്ങനെ നമ്മുടെ ചിരട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചായ നമുക്ക് ചിരട്ടയ്ക്കകത്ത് തന്നെ കുടിച്ച് വെക്കാമെന്ന് കരുതി ഞാൻ ഒരു ചിരട്ടയ്ക്കകത്ത് തന്നെ ഇതൊന്ന് അരിച്ചൊഴിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചായ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ